രാജ്യത്തിനെതിരായിട്ട് ഒരു പൊതുശത്രു വരുമ്പോൾ രാജ്യത്തിനകത്തുള്ളവർ ഒന്നിച്ചു നിൽക്കുകയാണ് പതിവ്. അതാണ് ലോകത്തെവിടെയും നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണത്തിലൂടെ രാജ്യത്തെ മുഴുവൻ നടുക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ അകത്തുള്ളവർ ഒന്നിച്ചു നിൽക്കേണ്ട ഈ വേളയിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വേണ്ട രീതിയിൽ ഇനിയും കൊണ്ടുവരത്തക്ക രീതിയിലുള്ള വർത്തമാനവും നടത്തുന്ന ചില വാർത്താ ചാനലുകളും അതിനോടൊപ്പം തന്നെ ചില നേതാക്കന്മാരെ കൊണ്ടുമാണ് നിറഞ്ഞിരിക്കുന്നത്. അത് രാജ്യത്തിന് തന്നെ അപകടകരമാണ്. അവർ രാജ്യദ്രോഹികളാണ്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ രാജ്യത്തിന് എല്ലാ തരത്തിലും എതിരായിട്ട് നിന്നിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, അവരുണ്ടാക്കിയിട്ടുള്ള തീവ്രവാദം, മറ്റ് മതങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തിയ മുദ്രാവാക്യമൊക്കെ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുകയാണ്. അവരെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പല സാംസ്കാരിക സംഘടനകളും സാംസ്കാരിക നായകന്മാരും പ്രധാനപ്പെട്ട മുന്നണികളും ഒക്കെ തന്നെ രംഗത്ത് വന്നതാണ്. അവരുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ നേരെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവർ രാജ്യദ്രോഹികളാണ്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധരായി നിൽക്കുന്നവരാണ്. അവരെ പാലൂട്ടി വളർത്തുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. അത് കഴിഞ്ഞിട്ട് SDPIയിലേക്ക് പോലും പോകുന്ന അവസരത്തിലും അവരെയും സംരക്ഷിച്ച് നിർത്താനാണ് ചില നേതാക്കന്മാരും ചില വാർത്താ ചാനലുകളും ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഒന്നാണ് മീഡിയ വണ്ണും. അവർ ഇരുന്ന് ദിവസവും ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അത് മോദിക്കെതിരെയുള്ള ചർച്ചയായിട്ടാണത് മുമ്പോട്ട് പോകുന്നത്. രാജ്യത്തിന് എതിരായിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ട് അങ്ങനെയുള്ളവരെയാണ് രാജ്യദ്രോഹികളാക്കി മാറ്റേണ്ടത്. ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. ആർക്കും വേണ്ടാത്ത തരത്തിലുള്ള തൽക്കാലത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ആർട്ടിക്കിൾ 370 എന്നുള്ളത്. ഭരണഘടനയെ തൊട്ടിട്ടുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ താൽക്കാലികമാണെങ്കിൽ പോലും അതും 67 വർഷം കൊണ്ടു നടന്നു. എന്നിട്ടാണ് 2019 നരേന്ദ്രമോദി സർക്കാർ രണ്ടാം തവണ അധികാരത്തിൽ വന്ന സമയത്ത് അത് റദ്ദ് ചെയ്യുകയുണ്ടായി. അങ്ങനെ കശ്മീരിന് ജനത അത് സ്വാഗതം ചെയ്തു. അവരുടെ ജീവിത നിലവാരം തന്നെ ഉയർന്നു എന്നുള്ളതാണ്. അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാക്കി. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡാണ്. അത് ലോക ടൂറിസം ഭൂപടത്തിൽ വലിയ ഒരു ഇടം പിടിക്കുകയാണ്. ഒരു വർഷത്തിൽ ഏതാണ്ട് 2.5 കോടി ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് ടൂറിസ്റ്റുകളായിട്ട്. അത്രയും പേര് അവിടെ എത്തുമ്പോൾ ആ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാനം, അവരുടെ സാമ്പത്തിക നില, അവരുടെ വിപണി, ഇതെല്ലാം ഉയരുകയാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് രാജ്യത്തിൻ്റെ കൂടി നേട്ടമാണ്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നു, വിദേശികൾ എത്തുന്നു. ഇതൊക്കെ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് പാകിസ്ഥാൻ്റെ ആസൂത്രിതമായ നീക്കം നടത്തിയിട്ടുള്ളത്. പലതരത്തിലുള്ള തീവ്രവാദികളെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ഒക്കെ തന്നെ ലാളിച്ചു കൊണ്ട് നടക്കുന്ന ഈ ഒന്നാണ് ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അവസാന തെളിവാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ തീവ്രവാദ പ്രസ്ഥാനത്തിന് വേണ്ടിയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവർ നമ്മുടെ രാജ്യത്തിന് മേൽ കൈവയ്ക്കുമ്പോൾ അത് നമ്മൾ നോക്കി നിൽക്കുകയല്ലല്ലോ വേണ്ടത്. അതോ ഈ തീവ്രവാദം ഇവിടെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്, ഈ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞ് അവരുടെ നേരെ വിരൽ ചൂണ്ടുകയാണ് ആ തീവ്രവാദികളെക്കാൾ ഏറ്റവും വലിയ തീവ്രവാദികളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ ഇവിടെ നടത്തുന്നത്.
അങ്ങനെ അതിന് ഏറ്റവും വലിയ തെളിവാണ് മീഡിയ വൺ പോലുള്ള ചാനല്. കാശ്മീരിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് BJP സർക്കാർ ഈ ആർട്ടിക്കിൾ 370 2019 റദ്ദ് ചെയ്തത്. അതിന് ഫലപ്രദമായ തരത്തിലുള്ള മികച്ച നേട്ടമുണ്ടായി. അതാണ് കഴിഞ്ഞ 6 വർഷത്തെ ഗ്രാഫ് ഉയർത്തി കാണിക്കുന്നത്. ഇത് ചാനൽ ചർച്ചകളിലെ ചിലരൊക്കെ പറയുകയാണ്. അതിനോടൊപ്പം തന്നെ CPM-ന്റെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി വരെ ഈ നരേന്ദ്രമോദി ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിൻ്റെ ദോഷഫലമാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് എന്ത് വിവരക്കേടാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നദീജല കരാർ അത് റദ്ദ് ചെയ്യുന്നു, മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചാനലിലെ ചർച്ചയിൽ ഒരു സ്ത്രീ അവതാരക ചർച്ചയ്ക്ക് വന്നവരോട് ചോദിക്കുന്നു, അത് മനുഷ്യത്വരഹിതമല്ലേ എന്ന്. നമ്മളുടെ രാജ്യത്ത് നിരപരാധികളുടെ മേൽ കൈവച്ച ഇത്തരത്തിലുള്ള തീവ്രവാദ രാജ്യത്തിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? പാലൂട്ടി വളർത്തണോ? അമ്മിഞ്ചാൻ പാല് കൊടുക്കണോ? അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നദീജല കരാർ എന്നേക്കുമായി റദ്ദ് ചെയ്യണം. അത് യുദ്ധസമാനമായ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിടാനും നരേന്ദ്രമോദി സർക്കാർ പ്രാപ്തരാണ്. അത്തരത്തിലുള്ള ആയുധസജ്ജരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നും G20 ഉൾപ്പെടെയുള്ള ഉച്ചകോടി സമ്മേളനത്തിന് വരെ വേദിയായിട്ടുള്ള ഇടമായി മാറിയതാണ് കശ്മീർ. ആ കശ്മീരിലെ ഭീകരാക്രമണം കുറഞ്ഞു വരികയാണ് ചെയ്തത് ഈ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ. അങ്ങനെ ഭീകരാക്രമണം കുറഞ്ഞു വന്നു, ടൂറിസം ശക്തിപ്പെട്ടു. ഇതിത്രയും രാജ്യത്തിൻ്റെ പുരോഗതിയാണ്. ഇതാണ് പാകിസ്ഥാൻ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതായി തീർന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടുന്ന തരത്തിലുള്ള ചില ഛിദ്രശക്തികളാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നിൽക്കുന്നത്. ആ നിൽക്കുന്നതിൽ ഉദാഹരണമാണ് ഈ മീഡിയ വൺ ചാനലിലുള്ള ഈ ചർച്ചക്കാരും അതിനോടൊപ്പം തന്നെ MA ബേബിയെ പോലുള്ളവരും ഒക്കെ തന്നെ. ഒന്ന് ആലോചിക്കണം, ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സൗദി രാജകുമാരൻ്റെ വിരുന്ന് സൽക്കാരത്തിനൊന്നും നിൽക്കാതെ അദ്ദേഹം നേരെ തുടർ പരിപാടികളെല്ലാം റദ്ദ് ചെയ്ത് ഇന്ത്യയിലേക്ക് മടങ്ങി. നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചർച്ചയ്ക്ക് പോയിരുന്നതാണ്. അതും റദ്ദ് ചെയ്ത് തിരികെ എത്തി. അമിത്ഷാ നിന്ന ഇടത്ത് തന്നെ നേരെ ശ്രീനഗറിലേക്ക് പോയി. വളരെ ചടുലമായ നീക്കം തന്നെയാണ് നടത്തിയത്. അടിയന്തരമായിട്ട് അവർ കൂടി തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അപ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്നും അവിടുത്തെ സുഖസൗകര്യങ്ങൾ ഏത് തരത്തിൽ ഇന്ത്യക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദികളോടൊപ്പം നിൽക്കുന്ന ഈ ചിത്രശക്തികൾ എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയി? അതുപോലെ നേതാക്കന്മാർ എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയി? അപ്പോൾ ഇവരെയൊക്കെയാണ് ഈ രാജ്യത്ത് നിന്ന് ആട്ടി അകറ്റേണ്ടിയിരുന്നത് എന്നുള്ളതാണ്.